ഈ ഭൂമിയുടെ അവകാശികൾ ആരാണ്? അതായത് ഈ ഭൂമി കാലാകാലമായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഇപ്പം പരിണാമത്തിൽ ഇങ്ങനെ പരിണമിച്ച് മനുഷ്യനായിട്ട് അതിൻ്റെ മുമ്പൊക്കെ തന്നെ ജീവജാലങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. മനുഷ്യനാദ്യം നടക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. എല്ലാം ഭൂമി ഹാസ് ഓൾവേസ് ബീൻ ദെയർ. പക്ഷെ ഇന്ന് നമ്മൾ ഭൂമി ഏറ്റവും പരിണാമത്തിൻ്റെ ഈ ഒടുക്കത്തിലൂടെ നിൽക്കുന്ന മനുഷ്യൻ കയറിയിട്ട് ഭൂമി ഇങ്ങനെ പകുത്ത് ഇതെൻ്റെ ഭൂമി ഇതിൻ്റെ ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഭൂമിയുടെ അവകാശി ആരാണ് എന്നുള്ളൊരു ചോദ്യം. നരിവേട്ട എന്നുള്ള സിനിമ ഇന്നലെ പോയി കണ്ടു, അനുരാജ് മനോഹറിൻ്റെ. ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ ആ സിനിമ സ്വാധീനിക്കുന്നത് പല രീതിയിലായിരിക്കാൻ മതി. അത് നമ്മളെ മുമ്പിലേക്ക് ചില ചോദ്യങ്ങൾ വരും, അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എനിക്ക് അതിൽ റിഫ്ലക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ സിനിമ കാണുന്ന സമയത്ത് ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഒമാർ അൽ അക്കാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ കനേഡിയൻ നോവലിസ്റ്റും ജേർണലിസ്റ്റും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പം അടുത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്, വൺ ഡേ എവ്രി വൺ വുഡ് ഹാവ് ബീൻ അഗെയിൻസ്റ്റ് ദിസ് എന്നുള്ളത്. ഒരു ദിവസം എല്ലാവരും ഇതിന് എതിരായിരുന്നിരിക്കാം എന്നുള്ളത്. അതായത് ഒരു സംഭവം നടന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ അന്ന് ആ സംഭവത്തിനെതിരെ സംസാരിക്കാത്ത ആൾക്കാർ പോലും ആ സംഭവം ശരിയല്ല എന്ന് ഫ്യൂച്ചറിൽ പറയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അദ്ദേഹം നമ്മളുടെ ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങളുടെ മുകളിൽ ആൾക്കാരുടെ സൈലൻസ്, ഇമിഗ്രേഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുടെ സൈലൻസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭൂമി എന്നുള്ള ഒരു വിഷയമാണ് വീണ്ടും വീണ്ടും അതിൽ ദാറ്റ് ഈസ് കമ്മിങ് ആൻഡ് ഹിറ്റിംഗ് മീ. ഞാൻ ജീവിക്കുന്ന കാലിഫോർണിയയിലാണ്, സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഈ പ്രദേശത്ത് ഹോംലെസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ധാരാളം ആൾക്കാർ ഹോംലെസ്സൊക്കെ അങ്ങനത്തതുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു സിറ്റി കൗൺസിലർ ഒരു പ്രപ്പോസൽ വെച്ച് ഒരു ഷെൽട്ടർ പണിയണമെന്നുണ്ട്. അപ്പം അന്ന് ആ ഷെൽട്ടർ പണിയണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ആ ഷെൽട്ടർ പണിയുന്നത് നല്ലതാണ്. കാരണം ഹോംലെസ് ആൾക്കാർക്ക് അവർക്ക് താമസിക്കാൻ സ്ഥലമല്ല, ഇവിടെ ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ അവർക്ക്, കാരണം ഭയങ്കര തണുപ്പുണ്ട്, ചൂടുണ്ട്, താമസിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത്. ആ കൗൺസിലിൽ ഈ പ്രപ്പോസൽ വെച്ചപ്പം ഏതാണ്ട് 1500 ആൾക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഷെൽട്ടർ പാടില്ല എന്നുള്ളത്. അതിനവരുടെ കാരണം അവരോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വീടിൻ്റെ വില ഇടിയും എന്നുള്ളത്. പക്ഷെ ഒരു ഷെൽട്ടർ അവിടെ ഉണ്ടെങ്കിൽ, അതായത് തല ചായ്ക്കാൻ സ്ഥലമില്ല, ഒരു വീടില്ല, they don't have a shelter, but people are bothered about the price of the second, third and fourth houses they own. ഭൂമിയുടെ അവകാശം ആർക്കാണ്? എന്താണ് നമ്മളുടെ ഒരു എവിടെയാണ്, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഈസ് ഇറ്റ് ഹോംലെസ്നെസ് ഓർ ഈസ് ഇറ്റ് ദ പ്രൈസ് ഓഫ് ദ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഹൗസ് എന്നുള്ളത് ഈ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഭൂമി ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഉമറിൻ്റെ പുസ്തകത്തിൽ വേറൊരു സംഭവമുണ്ട്. ഉമറിൻ്റെ പുസ്തകത്തിൽ ഉമർ പറയുന്നത് ഈ പ്രതിഷേധങ്ങൾ, ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ആർക്കും പ്രതിഷേധം ഇഷ്ടമല്ല. ഗവൺമെൻറ്റുകൾക്ക്, അത് ഗവൺമെൻറ് ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ എന്ത് ഐഡിയോളജീൻ്റെ മുകളിലാണ് ഗവൺമെൻറ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് പ്രതിഷേധങ്ങൾ ഇഷ്ടമല്ല. കാരണം പ്രതിഷേധങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. അത് ഗവൺമെൻറ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരിക്കാൻ മതി, ഉത്തരം കണ്ടെത്താൻ ആഗ്രഹമില്ലാത്ത ചോദ്യങ്ങളായിരിക്കാൻ മതി, ഗവൺമെൻറ്റിന് കണ്ണാടി നോക്കിയാൽ കുറ്റവാളി ഞാനാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാൻ മതി. അപ്പോൾ ആ ചോദ്യങ്ങൾ ആയിട്ട് വരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സംഭവം. ഇറസ്പെക്റ്റീവ് ഓഫ് രാഷ്ട്രീയ പാർട്ടി ദിസ് ഇസ് പ്രതിഷേധങ്ങളോട്, ക്വസ്റ്റ്യനിങ്ങിനോട് പ്രശ്നമുണ്ട്. ചില ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നുള്ള പേടി കാരണം പത്രസമ്മേളനങ്ങൾ തന്നെ നടത്താണ്ട് ഇരിക്കും. ഓരോരുത്തരുടെ ലെവൽ ഓഫ് കറേജ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകും. ചിലർ പത്രസമ്മേളനങ്ങൾ ഉണ്ടാവും, ചോദ്യങ്ങൾ നേരിടും, ചില ആൾക്കാർ ചോദ്യങ്ങൾ നേരിടില്ല. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിങ്, സൈലൻസ്, ഭൂമി, ഈ മൂന്ന് സംഭവം എനിക്ക് ആ സിനിമയിൽ നിന്ന്. പിന്നെ പോലീസ് ബ്രൂട്ടാലിറ്റി എന്നുള്ള സാധനം. പോലീസ് ബ്രൂട്ടാലിറ്റി എന്നുള്ളത് പറയുന്നതിനെക്കാട്ടും കൂടുതൽ അധികാരം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്. ആ മൊത്തം ചെയിൻ ഓഫ് കമാൻഡിൽ
എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് ദെൻ എവ്രി വൺ ബിക്കംസ് എ പോൺ. അത് എവ്രി വൺ ജസ്റ്റ് മീറ്റ്സ് ദാറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്തിട്ട് ആ കറപ്ഷൻ ആ ചെയിനിൽ കൂടെ അങ്ങനെ കംപ്ലീറ്റ് വരികയാണ്. അത് പോലീസിൻ്റെ അടുത്ത് അധികാരങ്ങളുണ്ട്, അതിൽ ബ്രൂട്ടാലിറ്റി കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ട് ഏതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഹയറാർക്കിയിലും ഇത് രീതിയിലുള്ള ഒരു സംഭവം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ആ ദ വേ കറപ്ഷൻ ക്യാൻ ഗോ അഹെഡ് എന്നുള്ളത്, ദിസ് വാസ് അനദർ പീസ് ദാറ്റ് കെയിം ടു മൈ മൈൻഡ് ആൻഡ് ഐ വാസ് ആസ്കിങ് പുട്ടിങ് ഫോർത്ത് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. പിന്നുള്ളത് ഈ സൈലൻസുമായി ബന്ധപ്പെട്ടുള്ള സാധനം. അതിലെ ക്യാരക്ടർ ടോവിനോ ചേരൻ ആൻഡ് സുരാജ് വെഞ്ഞാറൻ മുടക്കൻ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ സൈലൻ്റാണ്, പാസീവാണ്, ആപ്പത്തറ്റിക്കാണ്. അതായത് എന്തെങ്കിലും നടന്നതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ, ഇതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ പോലും ചില സമയത്ത് ദേ ആർ പുട്ട് ഇൻ എ സിറ്റുവേഷൻ വെയർ ദേ ഷോ സച്ച് എ കറേജ്. പല ആൾക്കാരും ചെയ്യാൻ മടിക്കുന്ന രീതിയിലുള്ള ധൈര്യത്തോടു കൂടിയിട്ട്, കൺവിക്ഷനോട് കൂടിയിട്ട് ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ബീയിങ് എ വിസിൽ ബ്ലോവർ. എങ്ങനെയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ വിസിൽ ബ്ലോവേഴ്സിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വായിക്കുമ്പോൾ, വാട്ട് ഗിവ്സ് ദോസ് പീപ്പിൾ ദ കറേജ് ടു ഡു ദാറ്റ്? കാരണം അവരുടെ ഫണ്ടമെൻ്റൽ എക്സിസ്റ്റൻസ്, അവരുടെ നിലനിൽപ്പിനെ കംപ്ലീറ്റ് പ്രശ്നമാക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പവറിനെതിരെ പോകുന്നത് എപ്പോഴാണെന്നുള്ളത്. അതല്ലാണ്ട് ഒരു എക്സിസ്റ്റൻസ്, അതായത് ആ പവറിനെതിരെ, അധികാരത്തിനെതിരെ സംസാരിക്കാതെ തനിക്ക് ഒരു അസ്തിത്വമില്ല, ഒരു എക്സിസ്റ്റൻസ് ഇല്ല തോന്നുന്നൊരു ഘട്ടത്തിലേക്ക് ചില മനുഷ്യർ പോകുമെന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നില്ല ഒരാളെ പഠിപ്പിച്ചിതാക്കാൻ പറ്റുന്നുള്ളത്. പീപ്പിൾ റീച്ച് എ പോയിന്റ്, എ ബ്രേക്കിംഗ് പോയിന്റ് ബിയോണ്ട് വിച്ച് ദേ കനോട്ട് റിമെയിൻ സൈലൻറ്റ്. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാരിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി അനുരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കവർ ഫോട്ടോ പണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കവർ ഫോട്ടോ ഇതായിരുന്നു. ഈ ഹിറ്റ്ലർ പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ മാത്രം, എല്ലാവരും ഹെയിൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ഇങ്ങനെ ഉണ്ട്, ഡിഫയൻസിൻ്റെ ഒരു സിമ്പിളായിട്ട്. അത് ആക്ച്വലി എന്താ പറയുക, അധികാരത്തിൻ്റെ കറപ്ഷനും ബ്രൂട്ടാലിറ്റിയും ഭൂമി എന്നുള്ളൊരു ചോദ്യവും, അതായത് ഹിസ്റ്ററിയിൽ നടന്നൊരു സംഭവമാണ്, മുമ്പ് നടന്നൊരു സംഭവത്തിൻ്റെ ഒരു ചലച്ചിത്രാവിഷ്കാരമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ആ ഡിഫയൻസ്, ഹൗ പീപ്പിൾ ഗെറ്റ് ടു ദാറ്റ് പോയിന്റ് ഓഫ് ബീങ് കറേജിയസ്, ആ ധൈര്യം കിട്ടുകയാണ് ഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാലും നമുക്കത് എന്തെങ്കിലും ഇത് ചോദിക്കണം, ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ് എന്നുള്ളത്. ചില സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നടന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും അത് ഓർമ്മിക്കുകയും അതൊരു സിനിമയായിട്ടോ പുസ്തകമായിട്ടോ നമ്മൾ മുന്നിൽ വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ ചോദ്യങ്ങൾ അത് നമ്മളെ മുന്നിൽ കൊണ്ടുവരും. അത് ഭൂമിയുടെ അവകാശങ്ങളെക്കുറിച്ചായാലും എന്തായാലും. ഈ പ്രതിഷേധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉമർ പറയുന്നൊരു സംഭവമുണ്ട്. ഇതിൽ ഈ സിനിമയിൽ ആ മന്ത്രി പറയുന്ന സാധനമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നുണ്ട്, പിന്നെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അത് ഈവൻ ഉമറിൻ്റെ പുസ്തകത്തിൽ ഉമർ പറയുന്നൊരു സംഭവം, ദ റീസൺ ഈസ് വി ടേക്ക് കെയർ ഓഫ് യു സോ മച്ച് ആൻഡ് യെറ്റ് യു പ്രൊട്ടസ്റ്റ്. നിങ്ങളെ വളരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ളത് ഇതൊരു സ്ഥിരം ചോദ്യമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു പ്രതിഷേധത്തിന് മുമ്പിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്, അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് മുമ്പേ. നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ്? എല്ലാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാണ്? അതായത് എല്ലാ പ്രൊട്ടസ്റ്റും, എല്ലാ ചോദ്യവും, എല്ലാ പ്രതിഷേധങ്ങളും അനാവശ്യമാണ് എന്നുള്ളൊരു പോയിൻ്റ് എന്നാണ് സാധനം കിടക്കുക. അങ്ങനെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്ത് നിറത്തിലുള്ള രാഷ്ട്രീയമാണെങ്കിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു കോട്ട് എടുത്തിടാനുണ്ട്. ആ കോട്ടിനൊരു പ്രശ്നമുണ്ട്. സിനിമ കാണുക, നരിവേട്ട നന്നായിട്ടുണ്ട്. അഭിനയിച്ച ആൾക്കാർ, സിനിമേൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ. അനുരാജ് മനോഹറിൻ്റെ ഇഷ്ക് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഇഷ്ക് കണ്ടാകപ്പാട് ഞെട്ടിപ്പോയതാണ് ആ ഒരു സിനിമ കണ്ടിട്ട്. ആ സമയത്താണ് ഞാൻ അനുരാജായിട്ട് ടച്ച് ബേസ് ചെയ്തത്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് വണ്ടർഫുൾ മൂവി, യു ഷുഡ് വാച്ച്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.